നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. PSC ഇന്ന് നടത്തിയ തിരുവനന്തപുരം, കോട്ടയം, തൃശൂർ ജില്ലയിലെ LGS പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ ഡിസ്കഷനാണ്. ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം: ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. അതാണ് കറക്റ്റ് ആയിട്ടുള്ള പ്രസ്താവന. ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ദാദാഭായ് നവറോജി. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 1857 വിപ്ലവത്തെ കുറിച്ചുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് ശരി. 1857 വിപ്ലവത്തിന്റെ ലക്നൌവിലെ നേതാവായിരുന്നു ഹസ്രത് മഹൽ. ഇന്ത്യയുടെ പതാകയായി ത്രിവർണ പതാക അംഗീകരിച്ചത് ഏത് സമ്മേളനത്തിലാണ്? ലാഹോർ സമ്മേളനം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. തെരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? റിപ്പബ്ലിക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? നിർദ്ദേശക തത്വങ്ങളിലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? മൗലിക അവകാശങ്ങൾ ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21A എന്തിനുള്ള അവകാശമാണ് ഉറപ്പു നൽകുന്നത്? വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ് ഉറപ്പു നൽകുന്നത്. മലബാറിലെ കർഷക കലാപങ്ങളെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ ഏത്? വില്യം ലോഗൻ കമ്മീഷൻ. വില്യം ലോഗൻ കമ്മീഷൻ. കുറിച്യ കലാപത്തിന്റെ നേതാവ് ആരാണ്? രാമനമ്പിയാണ്. സർവവിദ്യാധിരാജ എന്നറിയപ്പെട്ടത് ആരെയാണ്? സർവവിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ. അപ്പോൾ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ ഇനി വരാനിരിക്കുന്ന 10th പ്രിലിംസ് 2024-25 പ്രിലിംസ് ഒൺലി ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ പ്രിലിംസ് ആൻഡ് മെയിൻസ് വേണ്ടവർക്ക് ഇൻക്ലൂഡഡ് ആയിട്ട് പ്രിലിംസും മെയിൻസും ഇൻക്ലൂഡഡ് ആയിട്ടും ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫീസിന് വൻപൻ ഡിസ്കൗണ്ട് ഉണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാം. ഷുവർ ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, ഫുൾ സിലബസ് കവറേജ് ആയിട്ടുള്ള ക്ലാസ്, ഹർഷിതം സ്പെഷ്യൽ ഷുവർ ഷോർട്ട് GK, അതുപോലെ പ്രിലിംസിന്റെ മോഡൽ എക്സാം, മെയിൻസിന്റെ എക്സാം എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടാണ്. വിത്ത് സ്റ്റഡി പ്ലാൻ ആണ്. എല്ലാം കൂടി ഇൻക്ലൂഡ് ആയിട്ടാണ് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത വർഷം വിളിക്കാനിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ബാച്ച് കോഴ്സ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരുപാട് കോഴ്സുകൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നു. അപ്പോൾ എല്ലാം കിട്ടണമെങ്കിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. എല്ലാ ക്ലാസ്സുകളും ഞാൻ തന്നെയാണ് എടുക്കുന്നത്. പിന്നെ ക്ലാസ് കണ്ടിട്ട് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആപ്പിൽ തന്നെ എന്നോട് ഡയറക്റ്റ്ലി ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. എല്ലാം കൂടെ ഒരു പാക്കേജാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും പർച്ചേസ് ചെയ്യാം. ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. ഓക്കെ. അടുത്ത ചോദ്യം: സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏതാണ്? മിതവാദിയാണ്. മിതവാദി. കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവ് ആര്? കല്ലുമാല പ്രക്ഷോഭം അയ്യങ്കാളി. G20 കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണ്? സിംഗപ്പൂരാണ്. സിംഗപ്പൂർ. ഇസ്രായേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷന്റെ പേര് എന്ത്? ഓപ്പറേഷൻ അജയ് എന്നതാണ്. ഓപ്പറേഷൻ അജയ്. പട്ടിണി ഇല്ലാതാക്കൽ, സാമൂഹ്യനീതി, തുല്യതയിൽ അധിഷ്ഠിതമായ വളർച്ച ഈ ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത്? അരുണാചൽ പ്രദേശുമായി ബന്ധപ്പെട്ടാണ്. സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം. ഈ വിഷയത്തെക്കുറിച്ച് താഴെ പറയുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. 2 മാത്രമാണ്. MN ഖുൻസ്രു ആയിരുന്നു അതിൻ്റെ അധ്യക്ഷൻ.
തെറ്റാണ്. മുംബൈ, കൊച്ചി, മധുര, ചെന്നൈ, കാണ്ട്ല, മംഗലാപുരം ഈ കൂട്ടത്തിൽ പെടാത്ത പട്ടണം ഏത്? മധുരയാണ്, മധുര. ഭക്രാനങ്കൽ അണക്കെട്ടിന്റെ പ്രാധാന്യം താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ഭക്രാനങ്കൽ അണക്കെട്ടിന്റെ പ്രാധാന്യം സത്ലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്നു, വിവിധോദ്ദേശ പദ്ധതി എന്നിവയാണ്. ഹരിത കേരള മിഷനും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും സംയുക്തമായി തുടങ്ങിയ പച്ചത്തുരുത്ത് എന്ന പദ്ധതി ഏത് ജില്ലയിലാണ് നടപ്പിലാക്കുന്നത്? കൊല്ലം ജില്ല. താഴെ പറയുന്നവയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം ഏതാണ്? ജീവൻ രക്ഷാ പതക്. ജീവൻ രക്ഷാ പതക്. നിസാം സാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഗോദാവരി നദിയിലാണ് നിസാം സാഗർ നദീതട പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള മേജർ തുറമുഖം ഏതാണ്? ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള മേജർ തുറമുഖം തൂത്തുക്കുടിയാണ്, തൂത്തുക്കുടി. ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്നും പേര് ലഭിച്ച പീഠഭൂമി ഏത്? ഡെക്കാൻ പീഠഭൂമിയാണ്, ഡെക്കാൻ പീഠഭൂമി. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ബാരാലാസ്ല ചുരമാണ്, ബാരാലാസ്ല ചുരം. ഏത് രേഖാംശത്തിലെ സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത്? 82.5 ഡിഗ്രി പൂർവ രേഖാംശം. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി എന്നിവയിൽ നിന്നുള്ള എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് ഇന്ത്യയുടെ 73-74 ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ത്രിതല പഞ്ചായത്ത് സംവിധാനം, പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടന, സാധുത എന്നിവയാണ്. പ്രാചീന ശിലായുഗത്തിനെ കുറിച്ച് വിവരങ്ങൾ നൽകുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? എടക്കൽ ഗുഹയാണ്, എടക്കൽ ഗുഹ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് വില്ലേജിലാണ്? ഏത് വില്ലേജാ? പള്ളിക്കര വില്ലേജാണ്, പള്ളിക്കര. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏത്? വൈക്കം സത്യാഗ്രഹമാണ്, വൈക്കം സത്യാഗ്രഹം. താഴെ പറയുന്നവയിൽ ഏത് വിളയുടെ ഉൽപാദനത്തിലാണ് സംസ്ഥാന അടിസ്ഥാനത്തിൽ കേരളത്തിന് 2ാം സ്ഥാനം ഉള്ളത്? കാപ്പിയുടെ ഉൽപാദനത്തിൽ. 1859 കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി ആരംഭിച്ചത്? ആലപ്പുഴയിലാണ് ആദ്യത്തെ കയർ ഫാക്ടറി ആരംഭിച്ചത്. അടുത്ത ചോദ്യം, മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണം എന്ന് പരാമർശിക്കുന്ന ആദ്യകാല ഗ്രന്ഥം ഏതാണ്? 1.25 കോടി മലയാളികൾ. താഴെ പറയുന്നവയിൽ ആനമുടിയെക്കുറിച്ചുള്ള തെറ്റായ പരാമർശം ഏതാ? കേരളത്തിലെ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു എന്നതാണ് തെറ്റായ പരാമർശം. കേരളത്തിന്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? കോതമംഗലമാണ്, കോതമംഗലം. 2025 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏത്? ദക്ഷിണാഫ്രിക്കയാണ്, ദക്ഷിണാഫ്രിക്ക. കേരളത്തിന്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിന്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി വി അബ്ദു റഹ്മാൻ. ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏത്? HDFC ബാങ്കാണ്. 2024 മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ ആര്? പൃഥ്വിരാജ് ആണ്, പൃഥ്വിരാജ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി നീരജ് ചോപ്ര ജാവലിൻ 89.45 മീറ്റർ എറിഞ്ഞ് വെള്ളി മെഡൽ സ്വന്തമാക്കി. സ്വർണ്ണ മെഡൽ നേടിയത് പ്രതിസന്ധികളെ അതിജീവിച്ച് ഒളിമ്പിക്സിനെത്തിയ ഒരു പാകിസ്ഥാൻ താരമാണ്. ആരാണ് അദ്ദേഹം? അർഷദ് നദീമാണ്, അർഷദ് നദീം. ലോക നാട്ടറിവ് ദിനം, ലോക നാട്ടറിവ് ദിനം ഓഗസ്റ്റ് 22. ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാക് 003 വാക്സിൻ ഏത് വൈറസിനെതിരെ ഉള്ളതാണ്? ഡെങ്കി വൈറസിനെതിരെ ഉള്ളതാണ്. 2024 മികച്ച സിനിമയ്ക്കുള്ള 96ാം ഓസ്കാർ അവാർഡ് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺഹൈമറിനാണ്. മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയത് ആര്? കിലിയൻ മർഫി, കിലിയൻ മർഫിയാണ്.
രണ്ടാം പിണറായി സർക്കാരിന്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് OR കേളു. അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ്? മാനന്തവാടിയാണ്. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണി അമ്മയമ്പലത്തിന്റെ കൃതി ഏത്? അൽഗോരിതങ്ങളുടെ നാട് എന്നതാണ്. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ അർജന്റീനയാണ്. അർജന്റീന. മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മസ്കിന്റെ കമ്പനിയാണ് ന്യൂറാലിങ്ക്. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാന് നൽകിയ പേര് എന്ത്? നീലു എന്നതാണ്. നീലു. ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ തിരഞ്ഞെടുത്ത് എഴുതുക. ചർവണകവും അഗ്രചർവണകവും. ചവച്ചരയ്ക്കാൻ ചർവണകവും അഗ്രചർവണകവുമാണ്. സൂര്യപ്രകാശമേൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഏതാ? വിറ്റാമിൻ ഡി ആണ്. വിറ്റാമിൻ ഡി. ഏത് വിളയുടെ സങ്കര ഇനമാണ് സൽകീർത്തി? വെണ്ടയാണ്. വെണ്ട. വനാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാ? 2006 ആണ്. 2006. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 1984. 2024 ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം ഏത്? ഗോവയാണ്. ഗോവ. ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ്? സ്വീഡനാണ്. സ്വീഡൻ. വൈദ്യുത സർക്യൂട്ടുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവ ഏത്? ആദ്യത്തെ 3 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ടാണ്. ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് തുറന്ന സർക്യൂട്ടാണ്. അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കൂ. തുല്യ വലുപ്പമുള്ള 2 സമതല ദർപ്പണങ്ങൾക്കിടയിൽ വെച്ചിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രതിബിംബങ്ങളുടെ എണ്ണം 3 ആകണമെങ്കിൽ ദർപ്പണങ്ങൾ തമ്മിലുള്ള കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. 90 ഡിഗ്രി. കാന്തങ്ങളെ പറ്റിയുള്ള ചില വിവരങ്ങൾ നൽകിയിരിക്കുന്നു. ശരിയായവ ഏതെല്ലാമാണെന്ന് കണ്ടെത്തുക. 2ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ ഒരു ബാർ കാന്തം തെക്ക് വടക്ക് ദിശയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു കാന്തത്തിന്റെ ദക്ഷിണധ്രുവവും മറ്റൊരു കാന്തത്തിന്റെ ഉത്തരധ്രുവവും പരസ്പരം ആകർഷിക്കും. അടുത്ത ചോദ്യം. ധാതുക്കൾ, അയിരുകൾ എന്നിവയെ സംബന്ധിച്ച ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? അയിരുകളിൽ അതത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു എന്നതാണ് ശരി. വിനാഗിരി ബേക്കിംഗ് സോഡയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകത്തിന്റെ സവിശേഷതയായി വരാവുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഇത് തീ കെടുത്തുന്ന വാതകമാണ് എന്നത്. സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാനുള്ള കോൾ സെന്ററിന്റെ പേര് താഴെ കൊടുത്തവയിൽ ഏതാണ്? സഹജ എന്നതാണ്. സഹജ. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI ചിപ്പിന്റെ പേരെന്താ? കൈരളി എന്നതാണ്. കൈരളി. ലോകവ്യാപകമായി പടർന്നു പിടിച്ച COVID-19 ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഏത്? വുഹാനാണ്. വുഹാൻ. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത്? ജീവിതശൈലി രോഗം അല്ലാത്തത് ടൈഫോയിഡ് ആണ്. ടൈഫോയിഡ്. സ്തനാർബുദം കണ്ടുപിടിക്കുന്നതിന് സഹായിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ടെസ്റ്റ് മാമോഗ്രാം ആണ്. HIV ബാധിതരുടെ ടെസ്റ്റിങ്ങിനും കൗൺസിലിങ്ങിനുമായി കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച സംവിധാനം ജ്യോതിസ് എന്നതാണ്. ജ്യോതിസ്. 2024 സെപ്റ്റംബറിൽ എംപോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല ഏത്? മലപ്പുറം ജില്ലയാണ്. ജലജന്യ രോഗമായ കോളറ പരത്തുന്ന രോഗാണു വിബ്രിയോ കോളറയാണ്. നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപം കൊടുത്ത പദ്ധതിയുടെ പേരെന്താ? ശലഭം എന്ന പദ്ധതി. ജലസ്രോതസ്സുകൾ അണുവിമുക്തമാക്കുന്നതിനുള്ള വില കുറഞ്ഞതും ഫലപ്രദവുമായ മാർഗം ബ്ലീച്ചിങ് പൗഡറാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത്? പൂനെയാണ്. പൂനെ. താഴെ പറയുന്നവയിൽ ആരാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി? JP നഡ്ഡ.
ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപീകരിച്ച നൂതന പദ്ധതി അമൃതം ആരോഗ്യം എന്നത്. താഴെ പറയുന്നതിൽ ഏത് മാർഗേണയാണ് ഹെപ്പറ്റൈറ്റിസ് എ പകരുന്നത്? മലിനമായ ഭക്ഷണ പാനീയങ്ങളിൽ കൂടി. ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പിന് നൽകിയിരിക്കുന്ന പേര് എന്താണ്? MAL. താഴെ പറയുന്നവയിൽ ജന്തുജന്യ രോഗങ്ങൾ എന്ന വിഭാഗത്തിൽപ്പെടുന്ന രോഗങ്ങൾ ഏതെല്ലാം? നിപ്പയും എംപോക്സും ആണ്. നിപ്പയും എംപോക്സും. 7654325 എന്ന സംഖ്യയെ 11 കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്ന ശിഷ്ടം എത്ര? 8 ആണ്. 8. ഒരു സമഭുജ ത്രികോണത്തിന്റെ ചുറ്റളവ് 12.9 സെന്റിമീറ്റർ ആണ്. അതിന്റെ ഒരു വശത്തിന്റെ നീളം എത്ര? 4.3 സെന്റിമീറ്റർ. ഒരു സംഖ്യയിൽ നിന്നും 3/8 കുറച്ച് വീണ്ടും 1/8 കുറയ്ക്കുമ്പോൾ 5/12 കിട്ടുന്നു. ആദ്യത്തെ സംഖ്യ ഏത്? 11/12. 1.25 minus 0.25 divided by 1.25 plus 0.75 is equal to 0.5. തുടർച്ചയായ 5 സംഖ്യകളുടെ തുക 510. നടുവിലത്തെ സംഖ്യ ഏത്? 105 ആണ്. 2 ചതുരങ്ങളുടെ നീളങ്ങൾ യഥാക്രമം 12 സെന്റിമീറ്ററും 10 സെന്റിമീറ്ററും ആണ്. വീതി യഥാക്രമം 6 സെന്റിമീറ്ററും 8 സെന്റിമീറ്ററും ആണ്. അവയുടെ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം എത്ര? 9:10. 2x5x7x4x2x5x7 എന്നതിന്റെ വർഗമൂലം എത്രയാണ്? 140. 1500 രൂപ പരസ്യവിലയുള്ള ഒരു സാരി 8% ഡിസ്കൗണ്ടിൽ വിൽക്കുന്നു. അയാൾക്ക് 20% ലാഭം ലഭിക്കുന്നുവെങ്കിൽ സാരിയുടെ യഥാർത്ഥ വില എത്ര? 1150. +8 × +12 divided by +4 × -6 is equal to -144. 160 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 200 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെ 8 സെക്കൻഡ് കൊണ്ട് മറികടക്കുന്നു. പ്ലാറ്റ്ഫോം കടന്നു പോകുന്നതിന് ട്രെയിനിനെടുത്ത സമയം എത്രയാണ്? 18 സെക്കൻഡ്. 1:8:27:64:125 ഡാഷ്. അപ്പോൾ ഈ ഡാഷിന്റെ അവിടെ വരുന്നത് എന്താ? 216. വിട്ടുപോയത് കണ്ടുപിടിക്കുക. 9:11:15 ഡാഷ് 29:39. ആ ഡാഷിന്റെ അവിടെ എന്താ വരുന്നത്? 21. I = 828. ആം = 639 എങ്കിൽ ഇയർ ഈസ് ഈക്വൽ ടു ഡാഷ്. എന്താ? 863. ബാബു എ എന്ന സ്ഥലത്ത് നിന്നും യാത്ര പുറപ്പെട്ട് 6 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ച് ബിയിലെത്തി. ബിയിൽ നിന്നും വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ സഞ്ചരിച്ച് സിയിലെത്തി. സിയിൽ നിന്നും വീണ്ടും ഇടത്തോട്ട് 6 കിലോമീറ്റർ സഞ്ചരിച്ച് ഡിയിലെത്തി. എയിൽ നിന്ന് എത്ര കിലോമീറ്റർ അകലെയാണ് ബാബു ഇപ്പോൾ നിൽക്കുന്നത്? 3 ആണ്. 3. ഒരു വരിയിൽ അഞ്ജുവിന്റെ സ്ഥാനം മുൻപിൽ നിന്നും 11ാമത്തെ ആളും പുറകിൽ നിന്നാണെങ്കിൽ 7ാമത്തെ ആളുമാണ്. വരിയിൽ ആകെ എത്ര ആളുകൾ ഉണ്ട്? 17. 2.02 divided by 202 എത്രയാ വാല്യൂ? 0.010. x/y = 4:3. y/z = 6:5 while x/z എത്രയാണ്? 24:15. ഇപ്പോൾ വാച്ചിൽ 12 മണി. ക്ലോക്കിൽ 12:15 ആകുന്നതിന് എത്ര സെക്കൻഡ് കഴിയണം? 900 സെക്കൻഡ്. അബുവിന്റെ ഇപ്പോഴത്തെ പ്രായം മകന്റെ പ്രായത്തിന്റെ 4 മടങ്ങാണ്. 4 വർഷം മുൻപ് അത് മകന്റെ പ്രായത്തിന്റെ 7 മടങ്ങായിരുന്നു. അങ്ങനെയാണെങ്കിൽ അബുവിന്റെ പ്രായം എത്ര? 32 ആണ്. ഇവിടെ ഒരു ട്രയാങ്കിൾ കാണിച്ചിട്ടുണ്ട്. അതിനു ചുറ്റും കുറച്ച് സംഖ്യകളും ഉള്ളിൽ ഒരു സംഖ്യയുമുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന സംഖ്യ ഏതാണ്? റിലേഷൻ നോക്കിയിട്ട് എഴുതുക. 1 ആണ് ഉത്തരം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 100 ചോദ്യങ്ങൾ. നിങ്ങൾക്ക് പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തിരിക്കാം. എബോവ് ആവറേജ് എക്സാം തന്നെയായിരുന്നു. അടുത്ത ഫേസ് പരീക്ഷ എഴുതുന്ന ആൾക്കാർ ഈ 3 ഫേസിലും കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ ഒരുപാടുണ്ട്. അത് കണ്ടെത്തി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ ക്ലാസ്സുകൾ നടന്നു വരികയാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാം. LGSന്റെ ബാച്ചും പോകുന്നുണ്ട്. LGS ഫൈനൽ റിവിഷന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ജോയിൻ ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.